Good afternoon. So, Good afternoon. good afternoon, beyond. Good afternoon. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിൽ നമ്മൾ ആദ്യത്തെ 4 മോഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഓരോ മോഡ്യൂളിലും നമ്മൾ ഓരോ ഡിഫറെന്റ് പൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ആസ് യു ഓൾ നോ, ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എയർ പൊല്യൂഷൻ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തത്. എയർ പൊല്യൂഷന്റെ ക്ലാസിഫിക്കേഷൻസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എയർ പൊല്യൂട്ടൻസും ഒക്കെ പറഞ്ഞു. സെക്കൻഡ് മോഡ്യൂളിലാണെങ്കിൽ വാട്ടർ പൊല്യൂഷൻ പറഞ്ഞു. തേർഡ് മോഡ്യൂളിൽ സോളിഡ് വേസ്റ്റ് പറഞ്ഞു. ഫോർത്ത് മോഡ്യൂളിൽ നോയിസ് പൊല്യൂഷൻ പറഞ്ഞു. ഇനി നമ്മുടെ ഫിഫ്ത്ത് മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പാക്ട് ഓഫ് പൊല്യൂട്ടൻസ് ആണ്. വാട്ട് ആർ ദി ഇമ്പാക്ട് ഓഫ് പൊല്യൂട്ടൻസ്? അപ്പോൾ ഇമ്പാക്ട് ഓഫ് പൊല്യൂട്ടൻസിനകത്ത് ഗ്ലോബൽ എഫക്റ്റ് പഠിക്കണം, അതിനൊക്കെ തന്നെ ലോക്കൽ എഫക്ട്സ് പഠിക്കണം. പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസ് നമുക്കറിയാം. ഇപ്പൊ നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ക്ലൈമാറ്റിക് ചേഞ്ച്. ഒരു 10-20 വർഷം മുന്നേ നമുക്കറിയാമായിരുന്നു, നമുക്ക് സമ്മറിന്റെ സമയം അറിയാം, വിന്ററിന്റെ സമയം അറിയാം, നമുക്ക് എപ്പോഴാണ് നല്ല മഴ കിട്ടുന്ന സമയം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ എപ്പോഴാണ് നല്ല റെയിൻഫോൾ ഉണ്ടാകുന്നത്, എപ്പോഴാണ് ടെമ്പറേച്ചർ കൂടുന്നത്, സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ സമയം ചൂട് അനുഭവപ്പെടുന്ന സമയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ പോകും. അതേ കണക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങൾ ഉണ്ടായതുപോലെ തന്നെ ഹെവി ഫ്ലഡ്, കഴിഞ്ഞ വർഷം അത്രയും ഉണ്ടായില്ലെങ്കിലും അതിന് മുന്നേ ഉണ്ടായ ഹെവി ഫ്ലഡ്സ്, അതിനെ പറ്റിയിരുന്നിട്ടൊക്കെ നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ പോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മോഡ്യൂൾ 5 പറയുന്നത്. വാട്ട് ആർ ദി ഇമ്പാക്ട് ഓഫ് പൊല്യൂട്ടൻസ്? നമ്മളെ എൻവയോൺമെന്റിലെ ഹാം ചെയ്യുന്നതനുസരിച്ച് അതിന്റെ എഫക്ട്സ് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ മോഡ്യൂൾ 5 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് എ പൊല്യൂഷൻ. അപ്പൊ നമ്മൾ നേരത്തെ ഒരുപാട് തവണ എല്ലാ മോഡ്യൂളിലും പറഞ്ഞു പൊല്യൂഷൻ എന്താണെന്ന്. is the introduction of contaminants into the natural environment that cause adverse changes. അപ്പോൾ contaminants എന്താ contaminant എന്ന് പറയുക? ഇപ്പോ ഒരു സ്പേസിൽ, ഫോർ എക്സാമ്പിൾ ഒരു റിവർ എടുക്കുവാണ്. ആ റിവറിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ളതല്ലാതെ ഒരു എക്സ്റ്റേണൽ ഏജന്റ് വന്ന് കയറുവാണെങ്കിൽ അതിനെ നമ്മൾ കണ്ടാമിനന്റ് എന്ന് പറയുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു റിവർ, ആ റിവറിലേക്ക് നമ്മളൊരു ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ത്രോ ചെയ്യുകയാണ്. അപ്പൊ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തായി? ആ റിവറിൽ ഉണ്ടാകാൻ പറ്റാത്തൊരു വസ്തുവായിരുന്നു. അപ്പൊ അതെന്താ? അതൊരു കണ്ടാമിനന്റ് ആയി മാറി. അങ്ങനെ കണ്ടാമിനൻസിന്റെ എണ്ണം കൂടിക്കഴിയുമ്പോൾ, ഒരു റീജിയൻ ഒരു കണ്ടാമിനൻസിന്റെ എണ്ണം കൂടിക്കഴിയുമ്പോൾ അവിടുത്തെ എക്കോസിസ്റ്റത്തിനെ അത് എഫക്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് പൊല്യൂഷൻ. സോ പൊല്യൂഷൻ ഈസ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് കണ്ടാമിനൻസ് ഇൻ ടു ദ നാച്ചുറൽ എൻവയോൺമെന്റ് ദാറ്റ് കോസ് അഡ്വേഴ്സ് ചേഞ്ചസ്. അപ്പോൾ കണ്ടാമിനൻസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ ആ ഒരു പ്ലേസിൽ ഇരിക്കാൻ പറ്റാത്തൊരു സാധനം അവിടെ വന്ന് ഡെപ്പോസിറ്റ് ആവുകയാണ്. അപ്പൊ ആ ഒരു നാച്ചുറൽ എക്കോസിസ്റ്റത്തിനെ അത് എഫക്ട് ചെയ്യാണ്. നെക്സ്റ്റ്, പൊല്യൂട്ടന്റ്. സോ പൊല്യൂട്ടൻസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് കോസസ് പൊല്യൂഷൻ. Pollutants are the substances liquid or gaseous substance present in such concentration as may or tend to be injurious to environment. അപ്പോൾ നമുക്ക് ബേസ്ഡ് ഓൺ ഏജന്റ് പൊല്യൂഷനെ നമുക്ക് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അത് കണക്കിന് ഗേഷ്യസ് പൊല്യൂഷൻ എന്ന് പറയാറുണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് സോളിഡ് വേസ്റ്റ് അങ്ങനെ പറയാറുണ്ട്. അപ്പോ പൊല്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ എ സബ്സ്റ്റൻസ് വിച്ച് കോസസ് പൊല്യൂഷൻ വിച്ച് ആർ ഇൻജൂറിയസ് ടു ഹ്യൂമൻ നീഡ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞാണ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പൊല്യൂഷൻ ആൻഡ് കണ്ടാമിനേഷൻ. കണ്ടാമിനേഷൻ എന്താണ്? ആ ഒരു റീജിയനിൽ ഒരു കാരണവശാലും വരാൻ പറ്റാത്ത സാധനങ്ങൾ അവിടെ വന്ന് ഡെപ്പോസിറ്റ് ആകുവാണ്. അതിനാണ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. പൊല്യൂഷൻ എന്താണ്? അപ്പോൾ ഒരു റീജിയനിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുവാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു റിവർ, ആ റിവറിൽ എന്ത് ചെയ്തു? നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറയുന്നത് ഒരു കണ്ടാമിനന്റ് ആണ്. അപ്പോൾ ആ കണ്ടാമിനന്റ്, ആ പ്ലാസ്റ്റിക് ബോട്ടിൽ അവിടെ വന്നു കഴിയുമ്പോൾ
അതിന്റെ എഫക്റ്റ് ആ റീജിയനിൽ എന്ത് ചെയ്യും, ഒരു ഹസാർഡസ് ആയിട്ട് കോസ് ചെയ്യും. ആ പ്ലാസ്റ്റിക് ബോട്ടിൽ അവിടെ കിടക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത്, പ്ലാസ്റ്റിക് ഒരിക്കലും 100% നശിച്ചു പോകില്ല. പ്ലാസ്റ്റിക് എന്താവും, അത് ചെറിയ ഫൈനർ മോളിക്യൂൾസ് ആയിട്ട് സ്പ്ലിറ്റ് ഡൗൺ ചെയ്യും. ആ ഫൈനർ മോളിക്യൂൾസ് ആയിട്ട്, ആ ഫൈനർ മോളിക്യൂൾസ് ആകണമെങ്കിൽ ഇറ്റ് മേ ടേക്ക് ഇയേഴ്സ്. അപ്പോൾ ഒരു 10-12 വർഷം കൊണ്ടേ ഒരു വലിയ പ്ലാസ്റ്റിക് ബോട്ടിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫൈനർ മോളിക്യൂൾസ് ആകുള്ളൂ. ആ ഫൈനർ മോളിക്യൂൾസ് എന്താ, അവിടുത്തെ അക്വാട്ടിക് ആനിമൽസ് അത് കഴിക്കും. ഫുഡാണെന്ന് പറഞ്ഞാൽ അക്വാട്ടിക് ആനിമൽസ് കഴിക്കും. ആ അക്വാട്ടിക് ആനിമൽസിനെ എന്ത് ചെയ്യും, വലിയ ഫിഷസ് കഴിക്കും. ആ ഫിഷസിനെ ഹ്യൂമൻ ബീങ്സ് കഴിക്കും. അപ്പൊ ഇന്റേൺ എന്താണ്, അത് നമ്മുടെ ലൈഫിലേക്കും അത് എൻറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ബേസ്ഡ് ഓൺ ദ മീഡിയം. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ബേസ്ഡ് ഓൺ മീഡിയം. നമ്മൾ പഠിച്ചതാണ് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 ആൻഡ് മൊഡ്യൂൾ 3 പഠിച്ച കാര്യങ്ങൾ. ബേസ്ഡ് ഓൺ മീഡിയം പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എയർ പൊല്യൂഷൻ, water pollution and soil pollution. Based on sources of pollution, pollutions are classified as automobile pollution, agricultural pollution and industrial pollution. So based on sources, automobile, agricultural and industrial pollution. Based on kind of pollutant, it is classified as first one noise pollution. നമ്മൾ മൊഡ്യൂൾ 4 പഠിച്ചു എന്താണ് നോയ്സ് പൊല്യൂഷൻ. സെക്കൻഡ് വൺ പെസ്റ്റിസൈഡ് പൊല്യൂഷൻ. പെസ്റ്റിസൈഡ് പൊല്യൂഷൻ എന്താണ്, ഒരു സോളിഡ് പൊല്യൂഷൻ ആണെങ്കിൽ സോളിഡ് ബേസിന്റെ പൊല്യൂഷൻ ആണ് പെസ്റ്റിസൈഡ് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഫോർത്ത് വൺ ഹെവി മെറ്റൽ പൊല്യൂഷൻ. ഫിഫ്ത് വൺ റേഡിയേഷൻ പൊല്യൂഷൻ. റേഡിയേഷൻ പൊല്യൂഷന്റെ മെയിൻ സോഴ്സസ് എവിടുന്നാ വരുന്നത്? ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആണ് മേജർ സോഴ്സ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് മാത്രമല്ല, പിന്നെ എവിടെയാണ് ഹോസ്പിറ്റൽസിൽ നിന്ന് വരുന്ന എക്സ്റേസ്, അതേ കണക്ക് തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റ്സിന് യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ്, ഇതെല്ലാം റേഡിയേഷൻ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. സിക്സ്ത് വൺ ഓയിൽ പൊല്യൂഷൻ. സെവൻത് വൺ സീവേജ് പൊല്യൂഷൻ. ഓയിൽ പൊല്യൂഷൻ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ ട്രാൻസ്പോർട്ടേഷൻ. നമുക്കറിയാം വളരെ കുറച്ച് കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രി, ഒപെക് കൺട്രീസിൽ നിന്നാണ് ബാക്കിയുള്ള രാജ്യങ്ങൾ ഓയിൽ വാങ്ങുന്നത്. അപ്പൊ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻസ് കൂടുതൽ എങ്ങനെയാണ്? ബൈ ഓഷ്യൻസ് ആണ്. കപ്പൽ മാർഗമാണ് ട്രാൻസ്പോർട്ട് ചെയ്തത്. അപ്പോൾ കപ്പലുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജസ്, ഇനി ഡാമേജ് എന്ത് ചെയ്യും, നമുക്ക് ഓയിൽസ് നമ്മുടെ സീയിൽ സ്പ്രെഡ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബേസിക് 2 ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ്. സോ നമുക്കുള്ള പൊല്യൂട്ടൻസിനെ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡ് വൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ്. ആൻഡ് ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ്. അപ്പൊ നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് വെച്ചാൽ എന്താണ്? അത് നശിക്കത്തില്ല, അത് നമ്മുടെ എർത്ത് സർഫസിന് ഒരു ഭാരമായിട്ട് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ആയി കിടക്കും. സോ അതിന്റെ എക്സാമ്പിൾസ് ആണ് അലൂമിനിയം ക്യാൻസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അലൂമിനിയം ക്യാൻസ് നമ്മൾ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് അലൂമിനിയം ക്യാൻസ്, DDT. അപ്പോൾ DDT ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും നിരോധിച്ചിട്ടില്ല. DDT, പിന്നെ മെർക്കുറിക് സോൾട്സ്, ഗ്ലാസസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ്? നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ആണ്. ഇത് ഡീഗ്രേഡ് ചെയ്യില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറ്റുമെങ്കിൽ നമുക്ക് അതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. DDT, മെർക്കുറിക് സോൾട്സ് ഒക്കെ റീസൈക്കിൾ ചെയ്യാനൊന്നും പറ്റില്ല. അലൂമിനിയം ക്യാൻസ്, ഗ്ലാസസ് ഒക്കെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഒന്നാണ് ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ്. എന്ന് വെച്ചാൽ എന്താണ്? അത് ഡീഗ്രേഡ് ചെയ്ത് നമ്മുടെ സോയിലുമായിട്ട് മിക്സ് ആയി പോകും. അപ്പോൾ ഫുഡ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. Okay, അതാണ് ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ്. These are domestic waste that can be rapidly decomposed under natural conditions. അപ്പോൾ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് അതിനെ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. നമുക്ക് എന്തെങ്കിലും മീഡിയംസ് യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നത്. പിന്നെ പറയുന്നതാണ് എയർ പൊല്യൂഷൻ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രോബ്ലം ആണ് എയർ പൊല്യൂഷൻ. So air pollution, it is the introduction of particulates, biological molecules or other harmful materials into the Earth atmosphere. Introduction of particulates, biological molecules or other harmful materials into the Earth atmosphere, possibly causing disease, death to human, damage to other living organisms such as food crops,
or the natural or built environment. Okay. So main sources of air pollution. So natural sources, air pollution മൊത്തത്തിൽ നമുക്ക് എന്താണ് man-made അല്ല, natural sources of air pollution ഉണ്ട്, such as volcanic eruptions and forest fires. Volcanic eruptionsനകത്ത് നമുക്ക് ഒരുപാട് എന്താണ് എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ട്, കണക്കിന് ഫോറസ്റ്റ് ഫയർസ്. പിന്നെ comparing to natural source, man-made sources ആണ് air pollutionന്റെ major source of pollution, such as combustion of fossil fuels as energy. നമുക്കറിയാം, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിനകത്ത് നമ്മൾ എന്താണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോസിൽ ഫ്യൂവൽസ് ആണ്, പെട്രോളും ഡീസലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ബേണിംഗ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹാർംഫുൾ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് നേച്ചറിലുണ്ട്. അപ്പോൾ ഈ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഒരുപാടാകുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡിന്റെ കണ്ടന്റ് ക്രമാതീതമായി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുന്നു, ആൻഡ് ഇൻ ടേൺ ഇറ്റ് വിൽ കോസ് ഗ്ലോബൽ വാർമിംഗ്. So what are the causes of air pollution? What are the causes of air pollution? So first one, emission from industries and manufacturing activities. So emissions from industries and manufacturing activities. Second one, burning fossil fuels. Fossil fuels in the burning, such as burning of petrol, diesel, അങ്ങനെയുള്ള സാധനങ്ങൾ. Third one, household and farming chemicals. Household and farming chemicals. Fourth one, mining operations. So mining operations in air pollution cause discuss ചെയ്തിരുന്നു. Fifth one, exhaust from automobiles. Exhaust from automobiles. Non-polluting vehicles എന്നുള്ള ലേബൽസ് അല്ലെങ്കിൽ ഇപ്പം എന്താണ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആണ്, നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആണ്. ബിക്കോസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഇൻഷുറൻസ് പുതുക്കാനോ അല്ലെങ്കിൽ വണ്ടിയുടെ ടെസ്റ്റിനോ ഒക്കെ ഇൻഷുറൻസ് നോൺ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. സിക്സ് വൺ, റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ട്. റേഡിയോ ആക്റ്റീവ് ഫോൾ ഔട്ട് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനകത്ത് നിന്ന് വരുന്ന എന്തെങ്കിലും ആക്സിഡൻസ്. ഈ മേജർ എയർ പൊല്യൂട്ടൻസ്. സോ മേജർ എയർ പൊല്യൂട്ടൻസ് നമ്മൾ ഇൻ ഡീറ്റെയിൽ മോഡ്യൂൾ 1 പറഞ്ഞിരുന്നു. ജസ്റ്റ് എന്തൊക്കെയാണ് മേജർ പൊല്യൂട്ടൻസ് എന്ന് മാത്രമാണ് ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് വൺ, കാർബൺ കോമ്പൗണ്ട്സ്. കാർബൺ കോമ്പൗണ്ട്സ്. സെക്കൻഡ് വൺ, സൾഫർ കോമ്പൗണ്ട്സ്. ഇപ്പൊ കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത് കാർബൺ കോമ്പൗണ്ട്സ്. Second one, sulfur compounds. Third one, nitrogen dioxide. Fourth one, ozone. Fifth one, fluorocarbons. Sixth one, hydrocarbons. Seventh one, heavy metals. And last one, photochemical products. About these are the major sources or major air pollutants. ഇതൊക്കെയാണ് നമ്മൾ മേജർ ആയിട്ട് പറയുന്നത് എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ മോഡ്യൂൾ നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്: effect of air pollution on human health, അല്ലെങ്കിൽ impact of air pollution. അപ്പോൾ impact of air pollution രണ്ട് മെയിൻ ഡിസീസ് ആണ് കോസ് ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കോസ് ചെയ്യുന്നത് ആസ്മ ആൻഡ് അലർജീസ്. ആസ്മ ആൻഡ് അലർജീസ്. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് ഡിസീസസ് ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ വളരെ ചെറിയ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ പോലും നമുക്ക് ആസ്മയും അലർജിയും കോസ് ചെയ്യുന്നുണ്ട് കോമൺ ആയിട്ട്. ഇപ്പൊ നമുക്ക് എന്താണ് ഡെയിലി ട്രാവൽ ചെയ്യുന്ന ഒരു ഡെയിലി ഒരു ക്രൗഡഡ് സിറ്റിയിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ആസ്മയും അലർജീസും. ഇനി നമുക്ക് ഈ എയർ പൊല്യൂഷനകത്ത് കുറെ ഡസ്റ്റസ് വരും. അപ്പോൾ അത് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ഇവിടെ പറയുന്നത്. ഇനോർഗാനിക് ഡസ്റ്റ് ആൻഡ് ഓർഗാനിക് ഡസ്റ്റ്. ഇനോർഗാനിക് ഡസ്റ്റ് ആൻഡ് ഓർഗാനിക് ഡസ്റ്റ് രണ്ട് ടൈപ്പ് ഡിസീസസ് ആണ് ഉണ്ടാകുന്നത്. സോ ഇനോർഗാനിക്, one second. ഇനോർഗാനിക് ഡസ്റ്റ്. ഇനോർഗാനിക് ഡസ്റ്റിനകത്ത് ഫസ്റ്റ് പറയുന്നതാണ് കോൾ ഡസ്റ്റ്. കോൾ ഡസ്റ്റ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ആന്ത്രക്കോസിസ്. സെക്കൻഡ് വൺ സിലിക്ക, സിലിക്കോസിസ്. സിലിക്കോസ് എന്ന ഡിസീസ് കോസ് ചെയ്യുന്നു. തേർഡ് വൺ ആസ്ബറ്റോസ്. ആസ്ബറ്റോസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ആസ്ബറ്റോസിസ്. സോ ആസ്ബറ്റോസ് ക്യാൻസർ കോസിങ് ആണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ കാർസിനോജനിക് ആണെന്നും പറയുന്നുണ്ട്.
ആസ്ബറ്റോസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് എന്താണ്, ആസ്ബറ്റോസ് ഫൈബറും സിമെന്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആസ്ബറ്റോസ് ഷീറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന ആസ്ബറ്റോസ് ഫൈബേഴ്സ് നമ്മുടെ എന്താണ് ലങ്സിലേക്ക് എൻ്റർ ചെയ്തത്. ആസ്ബറ്റോസ് ഫൈബേഴ്സ് വെരി മൈന്യൂട്ട് ഫൈബേഴ്സ് ആണ്. ആ ഫൈബേഴ്സ് എന്താണ് എയറിൽ കൂടി ട്രാവൽ ചെയ്ത് ഹ്യൂമൻ ലങ്സിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കാർസിനോജനിക് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ 100% എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ്ബറ്റോസ് നമ്മുടെ ഉള്ളിലേക്ക്, ആസ്ബറ്റോസ് ഫൈബർ നമുക്ക് ഉള്ളിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ആസ്ബറ്റോസിസ്. ഈ അയൺ ഡസ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ സൈഡേറിയോസിസ്. ഈ ഓർഗാനിക് ഡസ്റ്റ് എന്ന് പറയുന്നതാണ് കെയിൻ ഫൈബർ, കോട്ടൺ ഡസ്റ്റ് ആൻഡ് ടുബാക്കോ. അപ്പോൾ കെയിൻ ഫൈബർ ബഗേസിയോസിസ് എന്ന് പറഞ്ഞ ഡിസീസ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഗെറ്റ്സ് എഫക്ട് എന്താണ് ലങ്സിനുള്ളിലെ ബ്രോങ്കിയാണ് അത് എഫക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ലങ്സിനകത്ത് എന്താണ് ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ് ബ്രോങ്കീസ്, നമ്മളെ ബ്രീത്തിങ്ങിനൊക്കെ സഹായിക്കുന്നത്. അപ്പൊ ആ ബ്രോങ്കിയാണ് അത് എഫക്ട് ചെയ്യുന്നത്. ഈ കോട്ടൺ ഡസ്റ്റ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ബൈസിനോസിസ്. ടുബോക്കോ ആണെങ്കിൽ ടുബോക്കിയോസിസ് ഓർ ലങ് ക്യാൻസർ. അത് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ഫസ്റ്റ് വരുന്ന അഡ്വർടൈസ്മെന്റ് ആണ് ലങ് ക്യാൻസർ. സോ കോൾ ഡസ്റ്റ് കോസ് ചെയ്യുന്നതാണ് തന്നെ ബ്ലാക്ക് ലങ്സ്, ലങ്സിന്റെ കളർ. കോൾ ഡസ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് ലങ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കോസ് ചെയ്യുന്നതാണ് ബ്ലാക്ക് ലങ്സ്, അല്ലെങ്കിൽ ആന്ത്രക്കോസിസ് എന്നാണ് അതിന്റെ ഡിസീസസിന്റെ പേര്, ബ്ലാക്ക് ലങ്സ്. ഈ സിലിക്ക ഡസ്റ്റ്, അപ്പോൾ എന്താണ് നമ്മുടെ ഉള്ളില് ആ സിലിക്ക ഡസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ലങ്സിലേക്ക് സിലിക്ക ഡസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ലങ്സ് താണ്ട് ഇങ്ങനെയായിരിക്കും അതിരിക്കുക. ആ വന്ന ഡിഫക്ട്സ് ആണ് ഇതിവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, സിലിക്കയുടെ എഫക്ട്സ് ആണ്. ആസ്ബറ്റോസ്, സോ ആസ്ബറ്റോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം കോസ് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് തന്നെ ദാണ്ടെ നമുക്ക് ഐല്, ദ iris has the rusty appearance that result from sideriosis. കണ്ണിന് എന്താണ് ഒരു റസ്റ്റി അപ്പിയറൻസും കൂടി ഫോം ചെയ്യുന്നുണ്ട്. ഇനി ന്യൂമക്കോണിയോസിസ്. സോ ന്യൂമക്കോണിയോസിസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലങ്സിനെ എഫക്ട് ചെയ്യുന്ന ഡിസീസസിനൊക്കെ പറയുന്ന കോമൺ ആയിട്ടൊരു പേരാണ് ന്യൂമക്കോണിയോസിസ്. A disease of the lungs characterized by the fibrous and caused by the chronic inhalation of mineral dust, especially silica and asbestos. അപ്പോൾ മെയിൻലി സിലിക്ക ആൻഡ് ആസ്ബറ്റോസ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ലങ്സിന്റെ ബ്രീത്തിങ്, ലങ്സിനെ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖം, കോമൺ ആയിട്ട് ലങ്സിനെ എഫക്ട് ചെയ്യുന്ന അസുഖങ്ങളെല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ് ന്യൂമക്കോണിയോസിസ്. നെക്സ്റ്റ് വൺ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അത് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ ബ്രോങ്കിയോളിറ്റിസ്. So they cause eye irritation and respiratory trouble. They have mutagenic properties. So oxides of nitrogen നമുക്ക് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ they cause respiratory trouble and they have mutagenic properties. സോ ഇത് ഓസോണിന്റെ എഫക്ട് കാണിച്ചിരിക്കുകയാണ്. ഇമേജ് എത്രത്തോളം ക്ലിയർ ആയില്ല. ലങ്സിനെ എഫക്ട് ചെയ്യുന്നു. ഹൈഡ്രോകാർബൺസ് കോസസ് ട്യൂമേഴ്സ് ഇൻ ലങ്സ്. അപ്പോൾ സ്മോക്കിംഗ് ആണ് മെയിൻ ഹൈഡ്രോകാർബൺസ് ഉള്ളിലേക്ക് വരാനുള്ള മെയിൻ റീസൺ, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഡസ്റ്റി സ്മോക്സ് വരുമ്പോൾ. അപ്പോൾ എന്താണ്ടേ ഈ ഇമേജിൽ കാണിച്ചിട്ടുണ്ട് ട്യൂമേഴ്സിന്റെ പ്രസൻസ്. ലങ്സിൽ ട്യൂമേഴ്സ് ഉണ്ടാകാൻ കാരണമാകുന്നു ഹൈഡ്രോകാർബൺസ് ഇൻഹെയിൽ ചെയ്യുമ്പോൾ. So next, sulfur. So sulfur, it causes chronic obstructive pulmonary diseases. അതാണ് COPD എന്ന് കൊടുത്തിരിക്കുന്നത്, chronic obstructive pulmonary disease. എന്താ chronic obstructive pulmonary disease എന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ദാണ്ടെ രണ്ട് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ നോർമൽ എയർവേ. ഇത്രയും ഓപ്പണിംഗ് ഉണ്ടാവും നോർമൽ എയർവേക്ക്. സോ നോർമൽ എയർവേക്ക് ഒരു സെക്കൻഡ്.
ഇതാണ് നോർമൽ എയർവേ. പക്ഷേ ഈ സൾഫർ ഡയോക്സൈഡ് ഒക്കെ ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ എയർവേ എന്താ അത് വളരെ ചുരുങ്ങിപ്പോയി. അതാണ് ക്രോണിക് പൾമിനറി ഡിസീസ് എന്ന് പറയുന്നത്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്, ഇൻഹേലിംഗ് ഓഫ് എന്താണ് സൾഫർ ഡയോക്സൈഡ്സ് ഒക്കെ ഒരുപാട് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ് ചെയ്യുന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസ് അതാണ്ട് നമ്മുടെ എയർവേ ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ഗ്രെയിൻ ഡസ്റ്റ്. ഇപ്പോൾ ഫാമേഴ്സ് ലങ്സ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ എന്താണ് പാടത്ത് കൊയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ലങ്സിൽ എന്താണ് ഗ്രെയിൻസ് വരും. ലങ്സിനകത്ത് ഗ്രെയിൻസ് വന്നു കഴിയുമ്പോൾ അതിന്റെ എഫക്ട് ഇങ്ങനെ ആയിരിക്കും ഫോം ചെയ്യും. 1 second. Okay, grain dust. So next, other agents ആണ് കാർബൺ മോണോക്സൈഡ്. സോ കാർബൺ മോണോക്സൈഡ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തരുന്നതാണ്. കാർബൺ മോണോക്സൈഡിന്റെ എഫക്ട് നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? ഇറ്റ് ഈസ് ഫോം ബൈ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് കാർബൺ ഫ്യൂൽസ് ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ്. It causes impairment of judgment and vision, headache and dizziness. So carbon monoxide നമ്മൾ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡുമായിട്ട് മിക്സപ്പ് ആയി കഴിഞ്ഞാൽ എന്താണ് ഈ ഹസാഡസ് ആണ്, ആള് മരിച്ചു പോകത്തുള്ളൂ. അത്രയും ഡീറ്റെയിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇവിടെ ജസ്റ്റ് അതിന്റെ ഒരു എന്താണ് എയർ പൊല്യൂഷന്റെ കുറച്ച് ഡീറ്റെയിൽസ് കോസിംഗ് ഏജൻസ് എന്ന് പറഞ്ഞ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് ഫോം ബൈ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് കാർബൺ ഫ്യൂൽസ് ഇൻ വേരിയസ് ഇൻഡസ്ട്രീസ്, മോട്ടോർ വെഹിക്കിൾസ്, etc. It causes impairment of judgment and vision, headache and dizziness. The next one is sulfur dioxide. It produced in large quantities during smelting of metallic ores. Appo sulfur dioxide in the main source ആണ് during smelting of metallic ores. It causes tracheal irritation, cough and bronchial spasms. Appo causes tracheal irritation and cough. ഇനി ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എയർ ക്വാളിറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യും. ഒരു പെർട്ടിക്കുലർ പ്ലേസിന്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് മെഷർ ചെയ്യുന്നുണ്ട് അവിടുത്തെ എയറിന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് നമുക്ക് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെഷർ ചെയ്യാനായിട്ടുള്ള ആ ഒരു ഫോമാറ്റ് പറയുന്നത്. So air quality standards. So Clean Air Act has developed national ambient air quality standards to protect public health and environmental resources. The air quality standards are classified into two types. First one primary standards and second one secondary standards. So air quality standards നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, primary standards and secondary standards. In primary standards എന്താണ് അവിടെ നമ്മൾ public health of sensitivity population such as asthmatic children and elderly. അവിടെ നമ്മൾ എന്താണ് ജനറൽ പബ്ലിക്കിന്റെ കാര്യങ്ങളാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൈമറി ഹെൽത്ത്, സെൻസിറ്റീവ് പോപ്പുലേഷൻസ് എന്താണ് നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്. ഈ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് വരുമ്പോഴാണ് പ്രൊട്ടക്ട് പബ്ലിക് വെൽഫെയർ ഇൻക്ലൂഡിംഗ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ഡിക്രീസ്ഡ് വിസിബിലിറ്റി, ഡാമേജ് ടു ആനിമൽസ്, ക്രോപ്പ്, വെജിറ്റേഷൻ ആൻഡ് ബിൽഡിംഗ്സ്. അപ്പോൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് വരുമ്പോൾ ആ ഫുൾ എൻവയോൺമെന്റിനെ നമ്മളത് കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡറി എയർ പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്സ് നമുക്കറിയാം താജ്മഹാലിന്റെ കളറൊക്കെ ഫേഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? എയർ പൊല്യൂഷൻ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത്. ഇനി എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യുന്നത് അപ്പോൾ 0 to 50 റേഞ്ചിലാണ് നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വരുന്നതെങ്കിൽ എയർ ക്വാളിറ്റി കണ്ടീഷൻ ഗുഡ് ആണ്. അത് നമ്മൾ കാണിക്കുന്നത് ഗ്രീൻ വെച്ചിട്ടാണ് കളർ വേരിയേഷൻ കാണിക്കുന്നത്. ഇനി എയർ ക്വാളിറ്റി ഇൻഡെക്സ് 51 to 100 ആണെങ്കിൽ കണ്ടീഷൻ മോഡറേറ്റ് ആണ്, യെല്ലോ ആണ് നമ്മൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കളർ. ഇനി എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമുക്ക് 101 to 150 ആണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ അൺഹെൽത്തി ഫോർ സെൻസിറ്റീവ് ഗ്രൂപ്പ്സ്, നമ്മൾ ഓറഞ്ച് ആണ് കളർ കാണിക്കുന്നത്. സെൻസിറ്റീവ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഓൾഡ് പീപ്പിൾ, അപ്പോൾ
people above 60 years of age and children below 15 years of age, അവർക്കൊക്കെ അത് ഹാംഫുൾ ആയിരിക്കും. അസുഖങ്ങൾ പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. ഇനി എയർ ക്വാളിറ്റി ഇൻഡെക്സ് 151 മുതൽ 200 ആണെങ്കിൽ അൺഹെൽത്തി ആണ്. നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത് റെഡ് കളർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 201 മുതൽ 300 ആണെങ്കിൽ വെരി അൺഹെൽത്തി ആണ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന കളർ പർപ്പിൾ കളറിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് 301 to 500 ആണെങ്കിൽ ഹസാർഡസ് ആണ്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന കളർ മെറൂൺ കളറിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ വാല്യൂസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഗുഡ്, മോഡറേറ്റ്. ഇപ്പൊ ഗുഡ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് എന്താണ് 0 to 50 ആണ് വരുന്നത്. അവിടെ എന്താണ് നമുക്ക് ഒരു റിസ്കും ഇല്ല, നല്ല എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആണ്, നോ റിസ്ക് അറ്റ് ഓൾ. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ 51 to 100 ആണ്. അപ്പോൾ അവിടെ മോഡറേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഹെൽത്ത് ഹസാർഡ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബിക്കോസ് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. ആസ്മ ബൈ ബർത്ത് ആസ്മയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. പക്ഷെ ഉണ്ടാകണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഈ അൺഹെൽത്തി ഫോർ സെൻസിറ്റീവ് ഗ്രൂപ്പ്സ് ആണ് നമുക്ക് 101 മുതൽ 150 കിട്ടിയത്. So this means they are likely to be affected at lower levels than the general public. ഈ നെക്സ്റ്റ് പറയുന്ന അൺഹെൽത്തി ആണ്. അൺഹെൽത്തി ആകുമ്പോൾ 151 മുതൽ 200 വരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എയർ ക്വാളിറ്റി ഇൻഡെക്സ് വാല്യൂ. Members of sensitive group may experience more serious health effects. So sensitive groups will experience more serious health effects. അപ്പോ അത് നമുക്ക് ഒട്ടും പറ്റില്ല. ഇപ്പോൾ ഓൾഡ് പീപ്പിൾസിനൊക്കെ എന്താണ് അവരെ ആ റീജിയനിൽ നിന്ന് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. വെരി അൺഹെൽത്തി. So when the air quality index is between 201 to 300, it is very unhealthy, meaning everyone may experience more serious health effects. But 201 മുതൽ 300 ആണെങ്കിൽ അവിടെ കാറ്റഗറി ഓഫ് പീപ്പിൾ ഇല്ല. അതുമായിട്ട് എക്സ്പോസർ ആകുന്ന എല്ലാ ആൾക്കാർക്കും ഹെൽത്ത് ഡിഫക്ട്സ് ഉണ്ടാകും. The last one ആണ് 301 to 500. That is hazardous, and it is an emergency condition. The entire population is likely to be get affected. So 301 മുതൽ 500 വരെയുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണെങ്കിൽ the entire population is affected. അവിടെ നമുക്ക് ഹ്യൂമൻ ബീയിങ്സ് മാത്രമല്ല ആനിമൽസും പ്ലാന്റ്സും എല്ലാത്തിനും അത് അഫക്ട് ചെയ്യും. ഇനി നമ്മുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്ന ambient air quality standards ആണ് for industrial areas, rural and residential. അപ്പോൾ അത് ആനുവലിന്റെ പറയുന്നുണ്ട്. അത് കണക്കിന് 24 hours മെഷർമെന്റും പറയുന്നു. അപ്പോൾ ഈ ടേബിൾ കോളം നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ സൾഫർ ഡയോക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ SPM, സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ, റെസ്പിറബിൾ സസ്പെൻഡഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ, ലെഡ് ആൻഡ് കാർബൺ മോണോക്സൈഡ്. സോ ഇതിന്റെ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് 24 hours-ലെയും പറയുന്നുണ്ട്. അതിനകത്ത് തന്നെ ആനുവൽ ഒരു വർഷത്തെ പറയുന്നുണ്ട്. ഇതിവിടെ മൈക്രോഗ്രാംസ് പെർ മീറ്റർ ക്യൂബിലാണ് മെഷർമെന്റ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ആ ടേബിൾ കോളം ഒന്ന് നോക്കുക. പറ്റുന്നിടത്തോളം വാല്യൂസ് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എക്സാമിന് എഴുതിയാൽ നല്ലതായിരിക്കും. എല്ലാം എഴുതണമെന്നല്ല, 1-2 പോയിന്റ്സ് എങ്കിലും എന്താണ് ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നോട്ട് ഡൗൺ ചെയ്താൽ നല്ലതാണ്. ഇനി ഹൗ ക്യാൻ വി പ്രിവെന്റ് എയർ പൊല്യൂഷൻ? അപ്പോൾ ഒന്നുമില്ല, യൂസ് പബ്ലിക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൽ അവർ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ എന്താണ് എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് അവർ മെയിൻ യൂസ് ചെയ്യുന്നതാണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മോഡ്. അവർക്ക് സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉണ്ടാകും, പക്ഷെ അവർ കൂടുതലും അഡോപ്റ്റ് ചെയ്യുന്നത് പബ്ലിക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. ഇവിടെ എല്ലാവർക്കും വാഹനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും എന്താണ് ഓഫീസിൽ പോകാൻ സ്വന്തം വാഹനങ്ങളല്ല യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് കാർ പൂളിംഗ്. ഇന്ത്യയിലൊക്കെ നമ്മൾ ഒരുപാട് കൊണ്ടുവരാൻ നോക്കിയ സിസ്റ്റം ആയിരുന്നു കാർ പൂളിംഗ് ഒക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ് ഫോസിൽ ഫ്യൂവൽസിന്റെ യൂസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫോസിൽ ഫ്യൂവൽസിന്റെ യൂസ് റെഡ്യൂസ് ചെയ്താൽ കാർബൺ ഡയോക്സൈഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, കൺസേർവ് എനർജി. തേർഡ് വൺ ആണ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. അപ്പോൾ പൊല്യൂഷനകത്ത് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് 3 Rകൾ ഓർത്തിരിക്കുക. 3 Rs, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള 3 Rകൾ എപ്പോഴും ഓർത്തിരിക്കാൻ പറയുന്നത്. പിന്നെ പറയുന്നതാണ് എംഫസൈസ് ഓൺ ക്ലീൻ എനർജി റിസോഴ്സസ്.
ഓക്കെ, രണ്ടുപേരുടെ പോയിന്റ് വന്നതേ ഉള്ളൂ. എംഫസൈസ് ഓൺ ക്ലീൻ എനർജി റിസോഴ്സസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എയർ പൊല്യൂഷനകത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് മോഡ്യൂൾ മെയിൻ ആയിട്ട് സ്ട്രെസ് ഡൗൺ ചെയ്യേണ്ടത് അതിന്റെ ഇമ്പാക്റ്റ് ആണ്. എയർ പൊല്യൂഷന്റെ ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഫിഫ്ത്ത് മോഡ്യൂളിൽ മെയിൻ ആയിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. അല്ലാതെ എത്ര ടൈപ്പ് പൊല്യൂട്ടൻസ് ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് വാട്ടർ പൊല്യൂഷൻ ആണ്. വാട്ടർ പൊല്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓരോ ക്ലാസ്സിൽ ഓരോ പൊല്യൂഷനും അതിന്റെ ഇമ്പാക്ട്സും പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങളെല്ലാം കൂടി കേട്ടിരുന്നിട്ടും കാര്യമില്ല. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.